പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഒരു പ്രാവശ്യം കൊണ്ട് നിൽക്കുവാനുള്ള ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ വിശുദ്ധ നാമത്തെ ഉയർത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്തുമാത്രം ഉപകാരങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ചെയ്തത്. നമ്മുടെ പ്രായത്തിലുള്ളവരും താഴെ പ്രായത്തിലുള്ളവരും അനേകം പേരുന്ന ലോകത്ത് മാറ്റപ്പെട്ടപ്പോഴും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനമായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിലൂടെ മുമ്പോട്ട് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. രോഗങ്ങളൊരു വശത്ത്, സാമ്പത്തിക ഭാരങ്ങൾ വേറെ ദിവസത്ത്, കുടുംബ ബന്ധങ്ങളിലുള്ള തകർച്ചകൾ എല്ലാം ഒരു വശത്താകുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിയൊന്നും കരയണ്ട, നിങ്ങൾ കരയണം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി. വേദോസം പഠിച്ച് ധ്യാനിക്കുമ്പോൾ ആരൊക്കെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. പഴയ നിയമം മുതൽ നമ്മൾ പുതിയ നിയമം വരെ പഠിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അനേകം പേർ കരഞ്ഞവരെ നമുക്കറിയാം. പഴയ നിയമത്തിൽ അബ്രാഹാമിൻ്റെ സന്നിധിയിൽ നിന്നും ആഹാർ പുറപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു തുരുത്തിയിൽ കുറച്ച് വെള്ളവും ഒരപ്പവുമായിട്ട് ആഹാർ തൻ്റെ കുഞ്ഞുമായി പോരുകയാണ്. കുടുംബബന്ധത്തിലുണ്ടായ ഒരു തകർച്ചയാണ് പോരാനുള്ള ഒരു കാരണം. പ്രിയപ്പെട്ടവരെ, ആഹാർ പോന്നു. മരുഭൂമിയുടെ നടുവിലെത്തിയപ്പോഴേക്കും ആഹാറിൻ്റെ തുരുത്തിയിലെ വെള്ളം തീർന്നു, അപ്പവും തീർന്നു. തൻ്റെ കുഞ്ഞിന് മരണം കാണാതിരിക്കാൻ വേണ്ടി ആഹാർ കിടന്ന് കുഞ്ഞിനൊരു കുറ്റിക്കാട്ട് ഒളിപ്പിച്ചുകൊണ്ട് മാറി നിന്ന് കരയുകയാണ്. ഇവളുടെ കണ്ണുനീരിനെ കണ്ട സ്വർഗത്തിലെ ദൈവം ഒരു വിളി വിളിച്ചു: ആഹാറേ, നീ എന്തിനാ കിടന്ന് കരയുന്നത്? ആഹാർ പറഞ്ഞു: എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ഉള്ളിൽ പ്രാർത്ഥിച്ചു. ദൈവമേ, എന്നാൽ ആ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട ദൈവം, ആഹാറിൻ്റെ നിലവിളി കേട്ടവനായ സ്വർഗത്തിലെ ദൈവം മരുഭൂമിയിൽ നീരുറവ തുറന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു നീരുറവ തുറക്കാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് രാജ 61-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു: ദൈവമേ, നീ എൻ്റെ നിലവിളി ഒന്ന് കേൾക്കണമേ, നീ എൻ്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അനേകം പേര് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ കരഞ്ഞ് മാത്രം കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. പുതിയ നിയമം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ ബർത്തീമായെക്കുറിച്ച് നമുക്കറിയാം. യേശു യെരുശലേമിൽ നിന്നും എരിഹോവിലേക്ക് പോവുകയായിരുന്നു. പ്രിയപ്പെട്ടവർ, എരിഹോവിലേക്ക് പോകുമ്പോൾ വഴിയിലൊരാളെ കണ്ടു, ഒരു വലിയ കൂട്ടം കണ്ടു. ഇത് കണ്ട് ബർത്തീമായി ചോദിച്ചു: എന്തായിരിക്കാം ഇതിൽ കടന്നു പോകുന്നത്? ബർത്തീമായ്ക്ക് ജന്മന കണ്ണിന് കാഴ്ചയില്ല. അവന് എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയുണ്ട് എങ്കിൽ പോലും കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് അവന് സാധിക്കുന്നില്ല. കൂടെ നിൽക്കുന്നവർ പറഞ്ഞു: നസറായ യേശു കടന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, ദൈവമേ, ബർത്തീമായി കിടന്ന് നിലവിളിക്കുകയാണ്: യേശുവേ, ദാവീദ് പുത്ര, നീ എന്നോടൊന്ന് കരുണ തോന്നണമേ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കിങ്ങനെ കരയാനായി സാധിക്കണം. കനാന്യ സ്ത്രീ തൻ്റെ മകൾക്ക് രോഗം വന്നപ്പോൾ അവൾ കിടന്ന് കരഞ്ഞിട്ടിങ്ങനെ പറഞ്ഞു: കർത്താവേ, എൻ്റെ മകൾക്ക് സുഖമില്ല, അവളെ സൗഖ്യമാക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു: മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കുന്നത് വിഹിതമില്ലെന്ന് പറഞ്ഞപ്പോൾ അവളൊരു സാക്ഷ്യം പോലെ പറഞ്ഞു: ശരിയാണ് യജമാനനെ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. യജമാനൻ്റെ വേശയിൽ നിന്ന് നുറുക്കുകൊണ്ട് നായ്ക്കുട്ടികളും ജീവിക്കുന്നല്ലോ. ഇവളുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് ഒരു സാക്ഷ്യം പോലെ പറഞ്ഞു: ഇസ്രായേൽ പോലും ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. നമ്മൾ വിശ്വാസമുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ബർത്തീമായി ഒരു പ്രാവശ്യം നിലവിളിച്ചു. മുൻപേ പോകുന്നവർ തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ബർത്തീമായി നിലവിളി നിർത്തിയില്ല. ബർത്തീമായി വീണ്ടും വിളിച്ചു: യേശുവേ, ദാവീദ് പുത്ര, നീ എന്നോടൊന്ന് കരുണ തോന്നണമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ യേശു നിന്നിട്ടുണ്ട്. ഇന്നേക്ക് 26 വർഷങ്ങൾക്ക് മുമ്പ് 1998 സെപ്റ്റംബർ മാസം 5-ാം തീയതി കോതമംഗലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ എൻ്റെ ജീവിത പങ്കാളി രോഗത്തിനടിമയായി അഡ്മിറ്റായി.
പ്രിയപ്പെട്ടവരെ, 33 വയസ്സാണ് എൻ്റെ ജീവിത പങ്കാളിക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇളയ മോളെ 1-ാം ക്ലാസ്സിൽ പോലും ചേർത്തിട്ടില്ല. മൂത്ത മോൾക്ക് 13 വയസ്സ്. ഒരു പാവപ്പെട്ട കുടുംബം. ഞങ്ങൾ ആശുപത്രിയിൽ കഴിയുമ്പോൾ തലേ ദിവസം എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, ഒരു പൊതി ചോറ് വാങ്ങി നിങ്ങൾ രണ്ടുപേരും കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, നാളെ എനിക്കെൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകണം. പശു പ്രസവിച്ചിട്ട് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. കുഞ്ഞു കൊച്ചുങ്ങളാണല്ലോ നമ്മൾക്കുള്ളത്, കൊണ്ട് വീട്ടിലേക്ക് കടന്നു പോകണം. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം എൻ്റെ ജീവിത പങ്കാളിയുടെ രോഗം മൂർച്ഛിച്ചു. ഒരു പൊട്ടനെ പോലെ കോതമംഗലം ടൗണിലൂടെ ഒരു മരുന്ന് വാങ്ങാൻ പോലും ഞാൻ ഓടുകയാണ്. പല കടകളിൽ ചെല്ലുമ്പോഴും മരുന്ന് കിട്ടാനില്ല. അവസാനം ആശുപത്രിയിൽ നിന്ന് മരുന്നെടുത്ത് കൊടുത്തു. അത് സൂക്ഷിയായപ്പോഴേക്കും എൻ്റെ അങ്കലടി കണ്ട് എൻ്റെ ജീവിത പങ്കാളി എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എനിക്കൊന്നുമില്ല, നിങ്ങൾ കടന്ന് കരയണ്ട. പ്രിയപ്പെട്ടവരെ, ചേട്ടാ, ഈ ദൈവം വലിയവനാണെന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. അന്ന് ഉച്ചയോടുകൂടെ എൻ്റെ ജീവിത പങ്കാളി 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും എന്നെ ഏൽപ്പിച്ചിട്ട് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതോടുകൂടെ എൻ്റെ ജീവിതം താളം തെറ്റി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നോക്കുമ്പോൾ 1-ാം ക്ലാസ്സിൽ പോലും ചേർക്കാത്തൊരു കുഞ്ഞ്, 13 വയസ്സായ വേറൊരു കുട്ടി. ഞാനെന്ത് ചെയ്യണമെന്നറിയാതെ ഈ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ദിവസവും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ 1-ാം ക്ലാസ്സിൽ ചേർക്കാത്ത കൊച്ചിന് 1-ാം ക്ലാസ്സിൽ ചേർത്തു. 13 വയസ്സായ കൊച്ചിനെ അവൾ 8-ാം ക്ലാസ് കഴിഞ്ഞു. 10-ാം ക്ലാസ്സിലേക്ക് അവളും പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, കാലക്രമേണ മക്കളൊക്കെ പഠിക്കുമ്പോഴും ഈ കർത്താവിൻ്റെ സാക്ഷിയായി കർത്താവിൻ്റെ വേലയും ഞാൻ കേരളത്തിൽ അങ്ങോളം യാത്ര ചെയ്യും. രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്ത് കോട്ടയത്തും റാന്നിയിലും നിലമ്പൂരും കോഴിക്കോടും എറണാകുളത്തൊക്കെ പോയി വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളി മാറ്റപ്പെട്ടു. എന്ത് ചെയ്യണേ ആ ദൃശ്യം പലരും പറഞ്ഞു, ഇനി എന്ത് ചെയ്യും, ഈ കുഞ്ഞുങ്ങളുമായി എങ്ങനെ ജീവിക്കുമെന്ന് പലരും ചോദിക്കുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ട്. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഭർത്തിയുമായി നിലവിളിച്ചു. ഭർത്തിയുമായുടെ ജീവിതത്തിലേക്ക് യേശു നിന്നതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് യേശു നിന്നു. ആ പത്രോസിൻ്റെ മേൽ നീട്ടപ്പെട്ട കരം എന്നെയും എൻ്റെ മക്കളുടെ മേലും നീട്ടി. പ്രിയപ്പെട്ടവരെ, 1-ാം ക്ലാസ്സിൽ ചേർത്ത കൊച്ച് 5-ാം ക്ലാസ് കഴിഞ്ഞു. അവൾ 10 കഴിഞ്ഞു. +1 +2 കഴിഞ്ഞു. ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. മൂത്ത മോള് കഴിഞ്ഞു. പഠിത്തങ്ങളൊക്കെ പൂർത്തീകരിച്ചു. ഹയർ സ്റ്റഡീസ് ചെയ്തു. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. വിളിച്ചാൽ അവൻ വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ആരൊക്കെ ദൈവത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നോ അവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു ഉറപ്പ് വീണ്ടും ഞാൻ പറയാൻ സാധിക്കും, വിളിച്ച ദൈവം വളരെ വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ഭർത്തിയുമായി വിളിച്ചു. ആദ്യം നിന്നില്ല എങ്കിൽ ഭർത്തിയുമായി ആദ്യം വിളിച്ചപ്പോൾ മുൻപേ പോകുന്നവർ തടസ്സവാദങ്ങൾ അവനോട് ഉന്നയിച്ചു. അവനെ ശാസിച്ചു എന്ന്, അവനോട് മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചു എന്നും ദൈവത്തിൻ്റെ വചനം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഓർപ്പിക്കുക. എന്നാൽ ഭർത്തിയുമായി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലൊരു പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഒരു പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശു നിന്നില്ല എന്ന് വരും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു, ബെഥസ്ദാ കുളക്കരയിൽ ഒരു മനുഷ്യൻ 38 കൊല്ലം അവനോടക്കെടുക്കുവാനിടയായി. അവൻ്റെ രോഗം മാറുന്നില്ല. അതിനു മുമ്പ് പലരും ആ വെള്ളത്തിലിറങ്ങി. നിങ്ങൾക്കറിയാം ആ ശീലോകക്കുളത്തിൻ്റെ സ്ഥിതി. പ്രിയപ്പെട്ടവരെ, ആ കുളത്തിലിറങ്ങി. പ്രിയപ്പെട്ടവർ, വെള്ളം കലക്കൊരു ദൂതൻ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഇവന് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ഇവന് മുമ്പ് പലരും ഇറങ്ങി. എന്നാൽ അവൻ പ്രാർത്ഥന നിർത്തിയില്ല. അവനവിടെ നിന്ന് എഴുന്നേറ്റില്ല. പ്രിയപ്പെട്ടവരെ, 38ാമത്തെ കൊല്ലം അവൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് കർത്താവ് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ വേറെ ന്യായങ്ങളൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, കർത്താവേ, എനിക്കാരുമില്ലല്ലോ. ആരുമില്ലാത്തവന് സഹായം കൊടുക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വിളിച്ചപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നീ എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരം തരാം. വലിയൊരു കാര്യം ഞാൻ നിന്നെ അറിയിക്കാൻ പോവുകയാണ്. നീ എന്നെ വിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ കരുതാൻ പോവുകയാണ്. നിലവിളിക്കുമ്പോൾ നിലവിളി കേൾക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഇത് പ്രിയപ്പെട്ടവരെ, ഇത് മോശയ്ക്ക് മനസ്സിലായി. മോശ ഫറവോൻ്റെ സൈന്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ
ദൈവത്തെ ആരാധിക്കാനായി കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ടവരെ മുമ്പോട്ട് കടന്നു പോകുമ്പോഴേക്കും പുറകെ ഫറവോന്റെ സൈന്യം ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരുന്നുണ്ട്. ഇരുവശത്തേക്കും മാറാമെന്ന് വെച്ചാൽ പർവ്വത നിരകളാണ്. ദൈവജനം പറയുന്നത് 600,000 പേരുണ്ട് എന്നാണ് പറയുന്നത്. ഈ 6,00,000 പരം ജനങ്ങളെയും വെച്ച് ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മോശ കിടന്ന് കരയുകയാൽ, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം ഈ ജനത്തെ വെച്ച്? പ്രിയപ്പെട്ടവരെ, മോശയുടെ കണ്ണുനീരിനെ കണ്ട സ്വർഗത്തിലെ ദൈവം മോശയോട് ചോദിച്ചു, മോശേ നീ എന്തിനാണ് കിടന്ന് കരയുന്നത്? പ്രിയപ്പെട്ടവരെ, മോശ പറഞ്ഞു, ഇതാ ഫറവോന്റെ സൈന്യം എൻ്റെ തൊട്ട് നിൽക്കുകയാണ്, എനിക്ക് മുമ്പോട്ട് കടക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഫറവോന്റെ സൈന്യം വന്നാൽ എന്നെ വെട്ടിക്കൊല്ലുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, മോശേ നീ നിൻ്റെ കയ്യിലിരിക്കുന്ന വടി അങ്ങോട്ട് നീട്ടിക്കൊടുക്കണം. ചെങ്കടലിനെ നിലമാക്കിയപ്പോൾ ചെങ്കടലിനെ തൂവർ നിലമാക്കി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അനേകം പേരെ നമ്മൾക്കറിയാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയില്ലാത്ത കൊച്ചുങ്ങളെ ഇട്ടിട്ട് പ്രിയപ്പെട്ടവരെ ഓരോ രാത്രിയുടെ യാമങ്ങളിലും ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉറക്കമുളച്ചിരുന്ന് മക്കൾ ഉറങ്ങിയെന്ന് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് മൂന്നാമനായി എൻ്റെ മക്കളെ താരാട്ട് പാട്ടുന്ന ഒരു സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇപ്പം മക്കൾ 2 പേരും വിവാഹം കഴിച്ചു, അവർക്ക് മക്കളായി, അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഭർത്തിയുമായി എഴുന്നേറ്റപ്പോൾ ഭർത്തിയുമായുടെ ജീവിതത്തിൽ ഭർത്തിയുമായി 2 കാര്യങ്ങൾ ചെയ്തു. ദൈവമക്കൾ അങ്ങനെ ചെയ്യണം. ഒന്ന്, ഭർത്തിമായുടെ കയ്യിലൊരു പുതപ്പുണ്ടായിരുന്നു. ഒന്ന്, ഭർത്തിമായുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ഭർത്തിമായി യേശു വിളിച്ചപ്പോൾ ഈ പുതപ്പ് ഭർത്തിയുമായി വലിച്ചെറിഞ്ഞു. രണ്ടാമത് ഭർത്തിയുമായി അവൻ്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വടിയും വലിച്ചെറിഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പാപത്തിൻ്റെ പുതപ്പൊന്ന് വലിച്ചെറിയുവാൻ, ആ പാപത്തിൻ്റെ വടിയൊന്ന് വലിച്ചെറിയുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഭർത്തിമായോട് യേശു ചോദിച്ചൊരൊറ്റ കാര്യമുണ്ട്, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ ജനമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഒരുപക്ഷെ നിങ്ങളോടൊന്ന് ചോദിക്കാം, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, നീ തന്ന എൻ്റെ ജീവിത പങ്കാളി ഇന്ന് എൻ്റെ കൂടെയില്ല, എന്നാൽ എൻ്റെ മക്കളെ നീ നോക്കി നീ വളർത്തണം കർത്താവേ. ഞാനോ ഏറെ കുറവുള്ളവനാണ്, നീ എൻ്റെ മക്കളെ നോക്കണമേ, അവരുടെ കാര്യങ്ങളെല്ലാം നീ നടത്തി തരണമേ എന്ന് പറഞ്ഞ് ഈ മക്കളെ ഏൽപ്പിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വേലയും ഞാൻ മുമ്പോട്ട് കടന്നു പോകാറ്. പ്രിയപ്പെട്ടവരെ, ഭർത്തിയുമായി യേശുവിൻ്റെ കാൽക്കലേക്ക് വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുത്തു എങ്കിൽ ഭർത്തിയുമായിയുടെ കണ്ണിന് കാഴ്ച കൊടുക്കുവാനായിട്ട് ഭർത്തിയുമായി പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് ഭർത്തിയുമായി പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഭർത്തിയുമായി കാഴ്ച പ്രാപിച്ചു. അവൻ യേശുവിനോട് കൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അനേകം ആളുകളും അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അനുഗ്രഹിക്കുന്നതിന് വേണ്ടാത്തൊരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചല്ലോ, 10 പേരും പട്ടണത്തിലേക്ക് ഇരിക്കുകയായിരുന്നല്ലോ. 10 പേര് യേശുവിൻ്റെ ശ്രുതി കേട്ടപ്പോൾ യേശുവിനോടൊരൊറ്റ ചോദ്യം ചോദിച്ചു, യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഈ 10 പേരും സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, 10 പേരുടെ മുൻപിലത്തെ അവസ്ഥ എന്തായിരുന്നു? അവർക്ക് പട്ടണത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ പറ്റില്ല, പൊതുസമൂഹത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. എന്നാൽ 10 പേരും സൗഖ്യം പ്രാപിച്ചപ്പോൾ 9 പേരും അവരുടെ വീട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു മനുഷ്യൻ അവിടെ കടന്നു ചെന്നിട്ട്, യേശുവേ നിനക്ക് നന്ദി, യേശുവേ നിനക്ക് നന്ദി, തമ്പുരാനേ നിനക്ക് നന്ദി എന്ന് പറയുമ്പോൾ യേശു തമ്പുരാൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, മോനെ, ഞാൻ 10 പേർക്കാണല്ലോ സൗഖ്യം കൊടുത്തത്, 9 പേരെവിടെയാണ്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് 103-ാം സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗമേ അവൻ വിശുദ്ധ നാമത്തെ ഉയർത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് 116-ാം സങ്കീർത്തനം 12-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം തരും? ഇന്നൊരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. വിശുദ്ധ പത്രോസ് പാപത്തെ ഓർത്ത് അതിരാവിലെ പൊട്ടിക്കരഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യം പോലും പഠിക്കുമ്പോൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ
മറിയ കല്ലറവാതിക്കലേക്ക് എത്തുകയാണ്. സുഗന്ധവർഗ്ഗങ്ങളുമായി മറിയ കടന്നു ചെല്ലുമ്പോൾ മറിയയുടെ ഉള്ളിലൊരു കൊതിയുണ്ട്, തൻ്റെ കർത്താവിനെ ഒന്ന് കണ്ടുമുട്ടണമെന്ന്. പ്രിയപ്പെട്ടവരെ, മറിയ കല്ലറവാതിക്കലേക്ക് ചെല്ലുമ്പോൾ മറിയ പോകുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ആരായിരിക്കും ഈ കല്ലൊന്ന് മാറ്റിത്തരണമേ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലിരിക്കുന്ന കല്ല് ആര്? പാപത്തിൻ്റെ കല്ല് ആര് മാറ്റിത്തരും? പ്രിയപ്പെട്ടവരെ, മറിയ ഇങ്ങനെ ജീവിക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ മറിയ കണ്ടൊരു കാഴ്ചയുണ്ട്. പ്രിയപ്പെട്ടവരെ, കല്ലറയുടെ വാതിക്കലിരുന്ന കല്ല് മാറിപ്പോയി, മാറ്റിവെച്ചിരിക്കുന്നതായി കണ്ടു. മറിയ നോക്കി, കർത്താവിനെ കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, മറിയ ഓടി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിന് വിവരമറിയിച്ചു. പത്രോസും മറ്റേ ശിഷ്യൻ തൻ്റെ പ്രിയപ്പെട്ടവനായ യോഹന്നാനും ഓടി. പ്രിയപ്പെട്ടവരെ, ഓടി രണ്ടുപേരും. ആദ്യം മറ്റേ ശിഷ്യൻ ഓടി കല്ലറയ്ക്കകത്ത് കിടന്നു. പ്രിയപ്പെട്ടവരെ, അവർ കല്ലറയ്ക്കകത്തേക്ക് കിടന്നുമ്പോൾ കർത്താവിനെ കണ്ടില്ല. രണ്ടാമതും പത്രോസ് കടന്നു, പത്രോസും കണ്ടില്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ പറയുന്നു, അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് പോയി എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുക, മറിയ അങ്ങനെ കല്ലറവാതിക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകങ്ങൾ പറയുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവിടെ നിലവിളിക്കായി തുറന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഏത് പ്രശ്നങ്ങളുടെ നടുവിലാണോ, ഏത് പ്രതിസന്ധിയുടെ നടുവിലാണോ നിങ്ങൾ ജീവിക്കുന്നത്, ഇന്ന് ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് ആ കാലുടെ ക്രൂശിൻ്റെ കീഴിലേക്ക് നിനക്കൊന്ന് മുട്ടുമടക്കി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, മറിയ കരയുന്നതിൻ്റെ ഇടയിൽ പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരങ്ങനെ വീട്ടിലേക്ക് പോയി എങ്കിലും മറിയ കല്ലറവാതിക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. പ്രിയപ്പെട്ടവരെ, മറിയ കരയുന്നതിൻ്റെ ഇടയിൽ മറിയയ്ക്കൊന്ന് കാണാൻ സാധിച്ചു. ശിഷ്യന്മാർക്ക് കാണാൻ സാധിച്ചില്ല, മറിയയ്ക്ക് കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, മറിയ കാണുന്നതിൻ്റെ ഇടയിൽ ഒരാൾ കാൽക്കലും ഒരാൾ തലയ്ക്കലും ഇരിക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് മറിയ പറഞ്ഞു, യജമാനനെ, എൻ്റെ കർത്താവിനെ എടുത്തു കൊണ്ടുപോയത് ഇങ്ങോട്ട് തന്നേരേ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 33 ദിവസം പ്രായമുള്ള 33 വയസ്സ് പ്രായമുള്ള 3 ദിവസം പഴക്കം ചെന്ന ഒരു മൃതശരീരമാണല്ലോ പ്രിയപ്പെട്ട മറിയ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവളുടെ ആഴത്തിലുള്ള വിശ്വാസം, അവൾ പ്രിയപ്പെട്ടവരെ, അവൾ പുറയിൽ നിന്ന് കേട്ടുമ്പോൾ അവൾ വിശ്വാസം കണ്ടിട്ട്, പ്രിയപ്പെട്ടവരെ, മറിയയുടെ കണ്ണുനീരിനെ കണ്ടിട്ട്, മറിയയുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച സ്വർഗത്തിൽ ദൈവം പുറയിൽ നിന്നൊരു വിളി വിളിച്ചു. മറിയേ എന്ന് വിളിക്കുമ്പോൾ തൻ്റെ ഗുരുവാണെന്ന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, മറിയ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ശിഷ്യന്മാർക്ക് കാണാൻ സാധിക്കാത്തത് അവളുടെ കണ്ണുനീരിൽ മറിയയ്ക്ക് കാണാൻ സാധിച്ചു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മറിയേ, എന്നെ തുടരരുത്, ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ചിന്തിക്കണം. പ്രിയപ്പെട്ട കണ്ണുനീരിന് വലിയൊരു വിലയുണ്ട്. നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരൊക്കെ കണ്ണുനീരോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മലങ്കരയുടെ യാക്കോബ് പ്രധാനായ എന്ന് പറയുന്ന തോമസ് ബസൂലിയസ് തോമസ് പ്രധാൻ ബാവ ഓരോ ബലിയർപ്പിക്കുമ്പോഴും ആ പരിശുദ്ധ പിതാവ് കണ്ണുനീരോടെയാണ് ബലിയർപ്പിച്ചത്. എനിക്കൊരു വിശ്വാസമുണ്ട്, ആ കണ്ണുനീരാണെന്ന് ഈ സഭയെ പിടിച്ച് നിലനിർത്തിയത്. അനേകം പേർക്ക് ആശ്വാസം ആ കണ്ണുനീരുള്ള ബലിയിലൂടെ പങ്കെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനായി സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഭർത്തിയുമായി കരഞ്ഞവൻ്റെ ജീവിതത്തിൽ യേശു നിന്നു എങ്കിൽ, കനാന്യ സ്ത്രീ കരഞ്ഞ് അവളുടെ മകൾക്ക് സൗഖ്യം കൊടുത്തു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു രക്തസ്രാവകാരി സ്ത്രീയെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൾക്കുണ്ടായിരുന്ന അവൾ സകലതും വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും അവളുടെ രോഗത്തിന് ഒരു സൗഖ്യവും വന്നില്ല. ഈ കണ്ണുനീരിൻ്റെ ബലത്തിൽ അവൾ യേശുവിൻ്റെ അടുത്തേക്ക് കിടന്ന് ചെന്ന് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എൻ്റെ രോഗത്തിന് സൗഖ്യം കിട്ടുന്നതിന് അവൾ ഉള്ളിൽ ഏങ്ങലടിച്ച് കരഞ്ഞ്, പ്രിയപ്പെട്ടവരെ, അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവൾക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവർ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിനൊന്ന് തൊടുവാനായി ഇന്ന് നമ്മൾക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് വിളിക്കാൻ സാധിക്കണം. യേശുവേ, ദാവീദ് പുത്ര, നീ എന്നോടൊന്ന് കരുണ തോന്നണമേ, നീ എൻ്റെ പ്രശ്നങ്ങളുടെ മേലിലേക്കൊന്ന് കടന്നു വരണമേ,
എൻ്റെ ഭാരത്തിൻ്റെ മേലൊന്ന് കടന്നു വരണം ദൈവമേ. രക്ഷിപ്പാൻ കഴിയാതുകൊണ്ട് നിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ലല്ലോ. പ്രാർത്ഥന കേൾക്കാതിരിക്കത്തക്കൊണ്ട് നിൻ്റെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ലല്ലോ കർത്താവേ. എൻ്റെ അകൃത്യം മൂലം ഞാൻ ചെയ്തു പോയ സകലവിധ പാവവും നിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവുകൊണ്ട് എന്നെ നിറയ്ക്കണം ദൈവമേ. ഭർത്തിമായി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഭർത്തിമായുടെ ജീവിതത്തിൽ യേശു നിന്നുവെങ്കിൽ ഭർത്തിമായി ഒരു തീരുമാനമെടുത്തു. അവന് യേശുവിനോട് കൂടെ നടന്നു. നമുക്കൊരനുഗ്രഹം കിട്ടുമ്പോൾ യേശുവിനോട് കൂടെ നടക്കുവാൻ സ്വർഗത്തിൽ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അനേകം പേരെ എനിക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോഴും അവിടെയും കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരെ കാണാൻ പ്രിയപ്പെട്ടവരെ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു പെൺകുട്ടി ഏലീശ ദീർഘദർശിയുടെ അടുത്തേക്ക് കരഞ്ഞു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസനായിരുന്നു, അവൻ മരിച്ചുപോയി, കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടാൻ പോയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിച്ച് നോക്കണം. പറക്കമറ്റാത്ത 2 കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ടവരുടെ വീട്ടിൽ കടഭാരങ്ങളുണ്ട്. ഇവളുടെ ഭർത്താവ് മരിച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഇവൾ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹിതനായിരുന്ന ഏലീശയുടെ അടുത്തേക്ക് എന്ന് നിലവിളിക്കുമ്പോൾ ഏലീശ ചോദിച്ചൊരൊറ്റ ചോദ്യമുണ്ട്, മോളെ ഞാൻ നിനക്കെന്താണ് ചെയ്തത്? നിനക്കെന്താണ്? നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ സഹോദരി പറഞ്ഞൊരൊറ്റ കാര്യമുണ്ട്, യജമാനനെ എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ വീട്ടിലൊരു ഭരണി എണ്ണയുണ്ടായിരുന്നു. ആ എണ്ണ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. എൻ്റെ ഭർത്താവിനോട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞതാണ്. എന്തെങ്കിലും ക്ഷാമമോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ പിന്നീട് എടുക്കാൻ പറഞ്ഞ് മാറ്റിവെച്ച എണ്ണയുണ്ട്. അത് വളരെ വിലപിടിപ്പുള്ളതാണെന്ന് യജമാനന് അറിയാമല്ലോ. ഞങ്ങൾ എടുക്കാത്തൊരു ഭരണി എണ്ണയുണ്ട്. അതുമാത്രമല്ലാതെ എൻ്റെ വീട്ടിലൊന്നുമില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവിടെ പറഞ്ഞൊരു ഏലീശ പറഞ്ഞു, മോളെ നീ നിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലണം. നീ നിൻ്റെ അയൽവക്കത്തൊക്കെ ചെന്ന് പാത്രങ്ങളൊക്കെ മേടിക്കണം. പ്രവാചകൻ പറഞ്ഞു, പാത്രങ്ങൾ കുറവായിരിക്കരുത്. 2 അമ്മയും മക്കളും കൂടെ പാത്രങ്ങൾ മേടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വരയ്ക്കകത്ത് കിടന്ന് വാതിലടച്ചു. 2 പേരും പ്രാർത്ഥിച്ചു. ഇടത്തും മകലത്തും മക്കളിരുന്നു എന്ന് വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, ആ 2 മക്കൾ ഒരു മകനെടുത്ത് പാത്രം കൊടുത്തു. പാത്രത്തിലേക്ക് എണ്ണ പകർന്നു. 2ാമത്തെ മകനും പാത്രങ്ങളെ കൊടുത്തു. അവിടെ എണ്ണ പകർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ആ വിലപിടിപ്പുള്ള എണ്ണയെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ആ വിലപിടിപ്പുള്ള എണ്ണ മകനും പാത്രം തീർന്നപ്പോൾ എണ്ണയുടെ ഒഴുക്കോ നിന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വിധവയായ പെൺകുട്ടി ഏലീശയുടെ അടുത്തേക്ക് മടങ്ങി ചെല്ലുകയാണ്. നമുക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി ചെല്ലണം. പ്രാർത്ഥിച്ചു, നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. മടങ്ങി ചെന്നിട്ട് ഇങ്ങനെ പറയണം, എനിക്ക് അവിടുന്ന് അനുഗ്രഹങ്ങൾ കിട്ടി, തമ്പുരാനേ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, പ്രവാചകനോട് പറഞ്ഞു, അവിടുന്ന് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ പാത്രം തീർന്നപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ നീ എണ്ണ വിറ്റ് നീ നിൻ്റെ കടം വീട്ടണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ കടം വീട്ടുവാൻ, നമ്മുടെ പാപം നീക്കുവാൻ, നമ്മുടെ ശാപം നീക്കുവാൻ 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരി ക്രൂശിൽ യാഗമായി കിടന്നൊരു യേശുവിനെ നമ്മൾ ഓർക്കണം. അവൻ്റെ ക്രൂശിലേക്ക് നോക്കണം. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ കടം വീട്ടുവാനല്ലേ, നമ്മുടെ പാപം നീക്കുവാനല്ലേ അവസാനത്തുള്ളി ചോരവരെയും ഊറ്റിക്കൊടുത്തത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ യേശുവിനായി നമുക്ക് ജീവിക്കുവാൻ അവൻ്റെ അങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഈ എളിവൻ നിലവിളിച്ചു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടിവിച്ചു എങ്കിൽ അവൻ്റെ സന്നദ്ധിയിൽ അവനോട് ചേർന്ന് നിന്ന് അവൻ്റെ സ്നേഹിതനായി തീരുവാൻ കർത്താവ് പറഞ്ഞു, എൻ്റെ സ്നേഹിതന്മാരെ എന്നാണ് നമ്മെ വിളിച്ചത്. അവൻ്റെ സ്നേഹിതനായി തീരുവാൻ ഈ ദിവസം നമ്മൾക്ക് മുഖാന്തരമായി തീരണം. അതുകൊണ്ട് നമ്മുടെ പാപത്തെ ഓർത്ത് കരയുന്ന ഒരു ദിവസമായി ഇത് മാറണം. നമ്മുടെ രോഗത്തെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായി ഇത് മാറണം. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ ഇയ്യോബ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാത്രമല്ല, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുകയെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ രോഗം മാറുവാൻ, നമ്മുടെ കടഭാരം മാറുവാൻ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദേശം മാറുവാൻ, ദേശത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് മുഖാന്തരമായി തീരണം. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് കൃപ ചെയ്യട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവജനമേ, ഈ വിഷയങ്ങൾ നമ്മൾ കേട്ട വചനങ്ങളെല്ലാം നമുക്ക് ധ്യാനിക്കാം, ഉള്ളിൽ സംഗ്രഹിക്കാം. മറിയ വചനങ്ങളെ കേട്ടപ്പോൾ ഉള്ളിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ദൈവസന്നിധിയിലേക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഭർത്തിയുമായി വിളിച്ചു, ഭർത്തിമാരുടെ ജീവിതത്തിൽ യേശുവേ നിന്നല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവേ നിൽക്കണമേ. ഞങ്ങൾ വിട്ടുപോകുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തലമുറകളെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത് കേൾക്കുന്ന എല്ലാവരും കർത്താവേ, നിൻ്റെ വചനം മുഖാന്തരം സൗഖ്യം പ്രാപിക്കുവാനും നിന്നിലാശ്വാസം കണ്ടെത്തുവാനും ദൈവമേ ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പത്രസിൻ്റെ മേൽ നീട്ടപ്പെട്ട കരം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന കരം, കർത്താവേ നീ പറഞ്ഞു ലോകം തരുന്നവല്ല സമാധാനമല്ല, നീ തരുന്ന എന്നേക്ക് നിൽക്കുന്ന സമാധാനം ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളുടെയും മേലും ഇത് സംസാരിക്കുന്നവരുടെ മേലും എല്ലാവരുടെ മേലും നിന്റെ കൃപ ചൊരിയണമേ. സകല വിഷയവും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഈ ശുശ്രൂഷയ്ക്ക് ചെറുതും വലുതുമായി നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവുകൊണ്ട് ഞങ്ങളെ പൊതിയണമേ, കൃപയാൽ നിർത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ തിരുവചനത്തെ ധ്യാനം ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ ജോസ് ബ്രദറിലൂടെ ദൈവം അനുഗ്രഹകരമാക്കി നടത്തി തന്നതോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. കണ്ണുനീർ തൂകുമ്പോൾ കരളരിയുന്ന തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട്. മക്കളുടെ കണ്ണുനീരൊപ്പി ആശ്വസിപ്പിക്കുകയും നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ നിലവിളിച്ചത് അത് നിറവേറ്റിത്തരികയും ചെയ്യുന്ന സ്നേഹവാനായ ദൈവം നമുക്കുണ്ട്. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ നമ്മിൽ നിന്ന് വേർപെട്ടു പോയി. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കും ബാവ പിതാവിനോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ബാവ തിരുമേനിയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഈ സഭയെ ഇത്രയും കാലം പിടിച്ചു നിർത്തിയതെന്ന് നമുക്കറിയാം. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനത്തെ ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനഡയിൽ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന പേസിൽ എന്ന മകനാണ്. വർക്കിംഗ് വിസ കിട്ടി, എന്നാൽ ആ മകന് ജോലി കിട്ടാതെ മകൻ വല്ലാതെ വിഷമിക്കുകയാണ്. ഒത്തിരി കടഭാരമൊക്കെ ഉള്ളൊരു മകനാണ്. അവൻ്റെ മമ്മി രോഗാവസ്ഥയിൽ ക്യാൻസർ രോഗിയായി കഴിയുന്നു. പപ്പയും രോഗിയാണ്. ദൈവമേ കരുണ തോന്നണമേ, സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ മകൻ എത്രയും വേഗം വിദേശത്തായിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് അനുഗ്രഹിച്ച് നല്ല ജോലി നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരങ്ങളിലെടുക്കണമേ. ഹല്ലേലൂയ. ഡിസംബർ 20 മുതൽ 23 വരെ നടക്കുന്ന കുടുംബ നവീകരണ ധ്യാനത്തെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ധാരാളം മക്കളെ അവിടെ നിന്ന് കൂട്ടിവരുത്തി കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ച പകൽ ധ്യാനം, യൂട്യൂബിലെ ധ്യാനങ്ങൾ, ഗൂഗിൾ മീറ്റിലെ ധ്യാനങ്ങൾ എല്ലാം അപ്പൻ്റെ കരങ്ങളിലേക്ക് വെച്ച് തരികയാണ്. പരിശുദ്ധാത്മാവ് മാത്രം അനുഗ്രഹകരമായി എല്ലാം നടത്താനായി സമർപ്പിക്കുന്നു. ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അഭിനയ മാത്യൂസ് മാർ അഫ്രേം പിതാവിന് വേണ്ടിയും ധ്യാനകേന്ദ്രത്തിൻ്റെ ബഹുമാനപ്പെട്ട ആചാര്യന്മാർക്ക് വേണ്ടിയും സിസ്റ്റേഴ്സിന് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരെയും സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാൻ വേണ്ടി കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെയും മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.